ഞാൻ വന്നപ്പോ മുതലുള്ള ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. And my jet feet go, but bring the noise, bring the heat. Step into the beat, watch 'em move in they seat. Mic in hand, crowd in the palm, I'm a showstopper. Lyrics rain down, the bar sharper than a chopper. Got 'em hooked, no bait, just raw skill on stage. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാർ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഐഡൻറ്റിറ്റി എന്ന മൂവിയെക്കുറിച്ച് ഒറ്റ വാക്കി പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഡയറക്റ്റഡ് ബൈ അഖിൽ പോൾ. പുള്ളി തന്നെയാണ് റൈറ്റും ചെയ്തിരിക്കുന്നത് മൂവി. കൂടാതെ തന്നെ അനസ്ഖാനും ഉണ്ട്, അതായത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. രണ്ടുപേരോട് ഒരുമിച്ച് എഴുതിയൊരു ഡയറക്ഷൻ റൈറ്റ് ചെയ്തൊരു മൂവിയാണ് ഇത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രാജു റോയി. ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ജാക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്യാവശ്യം അടിപൊളിയായിരുന്നു തന്നെ പറയാം. എനിക്ക് നല്ലൊരു വ്യത്യസ്തത തോന്നി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ. അങ്ങനെ അധികം അങ്ങോട്ട് വെറുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി അടുത്തത് സിനിമാറ്റോഗ്രാഫി. അഖിൽ ജോർജ്. സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയും തന്നെയാണ്. വെൽ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ്. പിന്നെ പറയാനാണ് എഡിറ്റർ ചെമ്മൻ ചാക്കോ, പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ഡയറക്ടർ എൻസിങ് ബെൻ. ആക്ഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷന് പ്രാധാന്യമുള്ളൊരു സിനിമ തന്നെയാണിത്. അത് വെച്ച് നോക്കുമ്പോഴേക്കും ആക്ഷൻ ഒരുമാതിരി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്രയും പേരാണ് നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ഈ സിനിമയുടെ ആൾക്കാർ. ഇപ്പോൾ ഈ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആസ് ഓൾവേസ് സിനിമ എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ലാഗോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല എൻഗേജിങ് ആയിട്ട് തോന്നി. ക്രൈം ത്രില്ലർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്താണേലും ഇഷ്ടപ്പെടും. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയിൽ അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടമാനം വലിയ ഷോട്ടുകളോ സീനൊന്നുമില്ല, പക്ഷേ ചില സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുന്ന സിനിമയിൽ. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് അഭിനയിച്ചാരൊക്കെയാന്ന് നോക്കാം. അഭിനയിച്ചത് നോക്കാനാണ് ടോവിനെയാണ് ഇതിൻ്റെ അകത്ത് ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത്. ആസ് ഓൾവേസ് ഒരു പ്രത്യേക ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ടോവിനോ. അതുപോലെ തൃഷ, വിജയരാജ് വില്ലനാണ്. മന്ദിര ബഡി വില്ലത്തി, അജു വർഗീസ്, ഷമ്മി തിലകൻ. ഇതിനകത്ത് എനിക്ക് പറയാനാണെങ്കിൽ വിനയ് രാജിൻ്റെ വില്ലത്തരം അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പുള്ള സിനിമയിലൊക്കെ പുള്ളി വില്ലനായിട്ട് നല്ല തിളങ്ങിയതാണ്, വില്ലനായിട്ട് നല്ല അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോവിനോ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിച്ചു. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ എനിക്ക് ഇഷ്ടമായി. നല്ല ടിപ്പിക്കൽ ആറ്റിറ്റ്യൂഡാണ് പുള്ളി സിനിമയിൻ്റെ അത് കാഴ്ച വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൃഷാകൃഷ്ണൻ അങ്ങനെ അത്ര വലിയ സീനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീനുമില്ല. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തി വന്ന് അഭിനയിച്ച് പോകുന്നൊരു ടിപ്പിക്കൽ നടിയായിട്ടാണ് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത്. ആസ് ഓൾവേസ് ഷമ്മി തിലകൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നത്. കൊള്ളായിരുന്നു തന്നെ പറയാം. അജു വർഗീസ് ഒരു പോലീസ് കഥാപാത്രമാണ്. ഒരു കോമഡിയൊക്കെ വിട്ടൊരു സീരിയസ് റോളിലേക്ക് പുള്ളി വന്നു എന്നതിനൊരു തെളിവാണ് ഈ സിനിമ. ഇതൊരു സീരിയസ് കഥാപാത്രമാണ് പുള്ളി ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കോമഡി ആയിട്ടുള്ള റോളൊന്നുമല്ല പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ കഥാപാത്രം എനിക്കുള്ളത്. കാസ്റ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ സിനിമ പക്കയായിരുന്നു. ഇനി സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കാം. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സിനിമ അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. കാരണം ചിലർക്കൊന്നും ഈ സിനിമ കണ്ട സമയത്ത് ഇതിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും പിടികിട്ടിയില്ല. കാരണം എല്ലാവർക്കും ഒന്നും ക്ലിക്കാവണമെന്നില്ല ഈ സിനിമ. കാരണം സ്ഥിരമായിട്ട് ക്രൈം ത്രില്ലർ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു സിനിമ ക്ലിക്കാകാൻ സാധ്യതയുള്ളൂ. അതൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചെടുക്കണം. ആ രീതിയിലുള്ളൊരു ടിപ്പിക്കൽ സ്റ്റോറി ഫോർമേഷനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഈ സിനിമയിൽ ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ കാതോ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ. അതുതന്നെ പറയാം. ഇതാണ് സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ സോങ്സ് അത്ര വലിയ സോങ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അതായിരുന്നു. പിന്നെ ആസ് എ ക്രൈം ത്രില്ലർ മൂവി എന്ന് വെച്ചുമ്പം നല്ല സോങ്സ് വേണമെന്ന് നമ്മൾ പറയുന്നതിനോട് വലിയ ഉചിതമായ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് വിട്ടേക്കാം. പിന്നെ പറയാനാണെങ്കിൽ ഇതൊരു പരീക്ഷണ ചിത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കാണണം. പക്ഷേ കൊള്ളായിരുന്നു. ട്വിസ്റ്റ് കൊള്ളായിരുന്നു, ക്ലൈമാക്സ് കൊള്ളായിരുന്നു, ഓവറോൾ കൊള്ളായിരുന്നു.
ടോവിനോയെ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലാണ് സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൊള്ളായിരുന്നു. ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇനി അവസാനം ഈ സിനിമ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു അടിപൊളി ക്രൈം ത്രില്ലർ ആരാധകനാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സിനിമ. ഇതൊരു നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയാണിത്. അല്ലാതെ ഇതൊരു കുടുംബ ചലച്ചിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാം. അങ്ങനെ ടിപ്പിക്കലായിട്ടുള്ള 18+ സീൻസോ അങ്ങനെയൊന്നും കണ്ടമാനം ഇതായിട്ടൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് UA സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതിൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കും ഒരു പക്ക ഒരു സാധാ പോലത്തെ കഥയാണെന്ന്. പക്ഷേ കഥയുടെ സെക്കൻഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിലൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. ആ പേസൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ സിനിമ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരെ, കോളേജ് ക്രൈം ത്രില്ലിംഗ് മൂവികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആ ഒരു പാറ്റേൺ മൂവിയാണ്. ഇപ്പോൾ ഇനി ഇറങ്ങാനുള്ള മൂവീസ് എല്ലാം അതുപോലത്തെ മൂവീസാണ് ഇനി വരാനിരിക്കുന്നത്. ക്രൈം ത്രില്ലർ മൂവീസാണ്. നല്ല രീതിയിലുള്ള ട്വിസ്റ്റ് ഉണ്ട്, നല്ല രീതിയിലുള്ള ക്ലൈമാക്സ് ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു അത്യാവശ്യം ഇതായിരുന്നു. ക്ലൈമാക്സ് അങ്ങനെ വലിയ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. ഇനി മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. ചാവോ.